ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ്. എന്നെ പോലത്തെ സാധാരണക്കാരൻ ഈ മാറ്റിപ്പിടിക്കൽ എന്ന് പറഞ്ഞ ടാഗിലൂടെയാണ്, ആ ടാഗ് കാരണം മാത്രമാണ് എന്നെ പോലുള്ള സാധാരണക്കാരന് ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത്. അതെനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എൻ്റെ ബ്രെയിൻ ഞാൻ പോലും അറിയാതെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നടന്ന ചില അതൊക്കെ ഗെയിമാണ്. അത് ഗെയിമൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നു എൻ്റെ ചേട്ടന്മാരെ. ഇപ്പോൾ ഗെയിമോ കാര്യങ്ങളൊന്നുമില്ല. കുറേ കാര്യങ്ങളിൽ ചെറിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം കൂടി പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും. നിങ്ങളെല്ലാവരും എനിക്ക് വേണം, ഓരോ പ്രേക്ഷകരും വേണം. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ചേട്ടൻ, എൻ്റെ വൈഫ് അല്ലെങ്കിൽ അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഓരോ പ്രേക്ഷകനും ഇപ്പോൾ എന്നെ നെഞ്ചിലേറ്റി തുടങ്ങി. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മമാരൊക്കെ എൻ്റെ ഫോൺ വിളിച്ചിട്ട് മോനെ ഔട്ടായി പോയടാ, മോനെ എന്നൊരു കരയുമ്പോൾ അതല്ലേ ഏറ്റവും വലിയൊരു അവാർഡ്. അല്ലാതെ വേറെ ഒന്നല്ലല്ലോ. നിങ്ങളുടെ സ്നേഹം, ജനങ്ങളുടെ അതായത് പ്രേക്ഷകരുടെ ഇഷ്ടം, അത് ഒരു 5 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കിട്ടാന്ന് പറഞ്ഞാൽ ഇതിൽ പരം രതീഷ് കുമാറിന് വേറെ ഒന്നുമില്ല. രതീഷ് കുമാർ ഹാപ്പിയാണ്, അതാണ്. ഓക്കെ, പഴയ കണ്ടസ്റ്റന്റുകളെ അനുകരിക്കാൻ നോക്കുന്നൊരു നമ്മൾ അനുകരിക്കാൻ നോക്കിയതല്ല. ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞു കളിക്കുന്ന ഒരാളാണ്. നിങ്ങളിത് കണ്ടു. അനുകരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇയാളെ എടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടു, ഇയാളുടെ റിയാക്ഷൻ ഉണ്ടാവില്ല. ഇയാളിപ്പോൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് ദേഷ്യപ്പെടും. അപ്പം ഞാൻ പറയാണ്, ഇയാളെ ഈ താടി വെച്ച എന്താ പേരെന്താ പറഞ്ഞു, വൈശാഖ്. ഈ വൈശാഖിനെ താൻ അനുകരിച്ചതെന്ന് പറഞ്ഞാൽ എന്താവും? അതായത് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ തിരിച്ച് ദേഷ്യപ്പെടാൻ എനിക്കറിയാം, തൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ തിരിച്ചു ദേഷ്യപ്പെടാൻ അറിയാം. അതിൽ വൈശാഖ് മുമ്പേ ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്ന് വെച്ചിട്ട് എപ്പോഴും വൈശാഖിനെ അനുകരിക്കാന്ന് പറയാൻ പറ്റും. അതാണ് അവിടുത്തെ രീതി. ഞാൻ ഒരാളെയും അനുകരിച്ചിട്ടില്ല. പക്ഷേ ആൾക്കാർ പറയട്ടെ, എനിക്കത് വിഷയമേ അല്ല. കാരണം വെച്ചാൽ അത് അവരുടെ അഭിപ്രായം. നമ്മൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒന്നല്ലാതെ ഇല്ല, എനിക്ക് ഇതൊക്കെ ആവാൻ പറ്റില്ല. ഞാൻ ഹീറോ ആവാൻ പോയിട്ട് ഞാൻ ഹീറോ അല്ല, സൂപ്പർ സ്റ്റാറും അല്ല. പച്ചയായിട്ടൊരു മനുഷ്യനായിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് എനിക്ക് കിട്ടിയതൊക്കെ ബോണസാണ്. ഞാൻ സീറോ ആണെങ്കിൽ ഇക്കണ്ട ക്യാമറകൾ എന്നെ നോക്കി വരുന്നില്ലോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയ കാരണമല്ലോ. ഇയാളുടെ പേരുന്ന് അജീഷ്. നിങ്ങളെല്ലാവരും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയ കാരണമാണല്ലോ. അപ്പം ഞാനൊരു സീറോ ആണോ? അല്ല, അതാണ് ഗെയിം കേട്ടോ. ഓക്കെ, എന്നെ മിസ് ചെയ്യുന്നത് തീർച്ചയായും ജിൻഡു ആയിരിക്കും. ഞാനും മിസ് ചെയ്യുന്നത് ജിൻഡപ്പനാണ്. എൻ്റെ ജിൻഡപ്പന് ഞാനും കൂടിയിട്ട് പല കളികളും കളിക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. ദൈവം സത്യസ്വരൂപനാണ്. നോക്കാം.